എന്നതേ കാണിച്ചിരിക്കുന്നത് ആ മുത്തപ്പൻ്റെ നടയിൽ കയറുന്ന അച്ഛൻ അച്ഛൻ ഇത്രയും ദിവസമൂടെ വന്നു മാസ്ക് വെച്ചുകൊണ്ട് വരാം മാസ്ക് വയ്ക്കേണ്ട ആവശ്യം ആ പെണ്ണോട് ഒറ്റയ്ക്ക് കഴിയുക ആശ അച്ഛൻ ലൈറ്റ് ഓഫ് ചെയ്യും ആ പെണ്ണ് കംപ്ലയിൻറ്റ് വരുന്നു ഇവിടെ ആരുടെ ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ പോകണല്ലോ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ അവൾ വിളിച്ച് വണ്ടിയുടെ സെൻസർ വെച്ച് ഓഫ് ചെയ്യുന്നു എല്ലാം ഞങ്ങൾ വിഷ്വൽ പിടിച്ചിട്ടുണ്ട് മനസ്സിലായി എല്ലാം ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ റെക്കോർഡ് ഇല്ല അച്ഛൻ്റെ നമ്പറും എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഈ മുടി നരച്ച് വെറുതെ ഒന്നുമല്ല 40 കൊല്ലം ഞങ്ങൾ പുറത്ത് ജീവിച്ച അച്ഛനറിയാം ഔസേബിയോസിനെയും കണ്ടനാടും ബദ്രാസ് രണ്ടും ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് പോകുന്നവരവരൊക്കെ അറിയാം. ഒരു പ്രാവശ്യം വീട്ടിൽ കയറി വന്നു അവളെ വിളിച്ച് സംസാരിക്കും. അച്ഛന് തോന്നിയ ദിവസമല്ലേ കാണിക്കുന്നത്? ഇല്ല വെയിറ്റ് ചെയ്യും വണ്ടി എടുക്കരുത് വണ്ടി ഇത് ഓഫ് ചെയ്യും. കാര്യം പറയുന്നതിന് അച്ഛൻ പള്ളി പോയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞോളാം അച്ഛനോട് ജോസഫിനോട് എനിക്കറിയാമല്ലേ ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്നു. എനിക്ക് ഒത്തിരി ആൾക്കാരുണ്ട്. അവളുടെ ഞാൻ വിളിച്ച് പറയാൻ പോകും കൊച്ചുമാരോട് അച്ഛന് ഫാമിലി ഉള്ളതല്ല അച്ഛനെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യം അച്ഛനെ ആ ഫാമിലി തള്ളി അറിഞ്ഞൂടെ ചെയ്യുന്നത് ആ തള്ളി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ആ തള്ള എൻ്റെ കൂടെ പഠിച്ചറിയോ? പക്ഷെ ഈ കാര്യം ഇവിടെ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ആ ഒരു കൊച്ചു പയ്യനുള്ളതില്ല അച്ഛൻ അത് ചെയ്തോട്ടെ. പക്ഷെ അച്ഛൻ്റെ ഫാദറായിട്ടിരിക്കുന്ന സ്ഥലത്ത് ചെയ്യാൻ പാടില്ല. ഈ അച്ഛനറിയാമോ ഇത്രയും വലിയൊരു 6 അടി പൊക്കമുള്ള ഫോട്ടോ ഞാൻ പൂനെ ഫിറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അത്രയും വിശ്വാസം ഉണ്ട് എനിക്ക്. ഞാൻ ചീത്തയായിരിക്കാം ഞങ്ങൾ ചീത്തയായിരിക്കാം പക്ഷെ അച്ഛനൊരു ഫാദറാണ്.